ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഫ്ലേവർ ഫീസ്റ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. മിനി ബർഗർ ബൈറ്റ്സ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിന് നമ്മൾക്ക് ആവശ്യം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. ഞാനിവിടെ ഏകദേശം ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുഴുവനായി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ് സോസ്, 1/2 ടീസ്പൂൺ വിനെഗർ, 2 വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസ്റ്റർഡ് സോസ്. മസ്റ്റർഡ് സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഈ മസ്റ്റർഡ് സോസ് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ ചിക്കന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടതൊന്ന് മാറ്റി വെക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചാൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കോട്ട് ചെയ്തെടുക്കാൻ ഒരു മിക്സർ തയ്യാറാക്കണം മൈദ കൊണ്ട്. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ അടുത്ത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 1/4 ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ്ചറിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മാറ്റി വെക്കുക. നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് എഗ് മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് മൈദ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ നല്ല ക്രഞ്ചി ആവാൻ വേണ്ടി ഒന്നുകൂടി എഗ് മിക്സ്ചറിൽ മുക്കി വീണ്ടും മൈദ മാവ് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഈ കോട്ട് ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നാലേ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ പീസസ് വല്ലാതെ എണ്ണ കുടിക്കും. അങ്ങനെ എല്ലാ പീസസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടീസ്പൂൺ മസ്റ്റർഡ് സോസ്, 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 നുള്ള് പഞ്ചസാരയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബട്ടറും ചേർത്ത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബ്രെഡ് 4ആയി മുറിച്ചിട്ടുണ്ട്.
രണ്ട് വശവും ബട്ടർ ചേർത്ത് ഒന്ന് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട ബ്രെഡും ചിക്കനും സോസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീസ് സ്ലൈസ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസ് സ്ലൈസ് ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം. ചീസ് സ്ലൈസ് ഉണ്ടാകുമ്പോൾ ഒരു ചീസി ഫ്ലേവർ കൂടെ ഉണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് പീസ് വെച്ച് ഈ ചീസിൻ്റെ സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ കൂടി ഒന്ന് വെക്കുക. അതിൻ്റെ മേലെ തയ്യാറാക്കി വെച്ച സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ടൊമാറ്റോ കെച്ചപ്പ് വീണ്ടും വെക്കണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് ഒലീവ്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒലീവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ടൊമാറ്റോ, ഓണിയനോ, ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. അതുപോലെ നമ്മളുടെ എല്ലാ ബ്രെഡ് ടോസ്റ്റും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ടേസ്റ്റിയും വെറൈറ്റിയുമായ മിനി ബർഗർ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോട് കഴിക്കാനാട്ടോ ഭയങ്കര ടേസ്റ്റ്. ചൂടാറിയാൽ ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്നങ്ങ് പോവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്